കള്ളക്കേസ് നടക്കാൻ സ്ഥിതിക്ക് കുത്തിച്ചാലേ കാര്യം നടക്കും. പിന്നെ ചേട്ടാ നിങ്ങൾ തപ്പി നടക്കരുന്നേ. ബിസിയാ? എന്ത് ബിസി? ചേട്ടൻ എന്തെങ്കിലും ചൊറിയുന്നേ? അത് ഷർട്ടിന്റെ കോളറിൽ ഒരു ആട്ടാൻ പുഴു കയറായിരുന്നു. ഭയങ്കര ചൊറിച്ചില്. ചൊറിഞ്ഞ് മനുഷ്യന്റെ ഉപ്പാടായി. കണ്ടോ, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ആ പുഴു എന്തി? പുഴുവിനെ പ്രാവിന് കൊടുത്തരാ. നശിപ്പിച്ച വേറെ നിക്കേ. ഞാനേ വേറൊരു സൂത്രപ്പണി ഉപയോഗിച്ചായിരുന്നു. അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ടേ ഋഷികേശ് മാമൻ നന്നായിട്ടൊന്ന് കൊച്ചാക്കി വിട്ടിട്ടുണ്ട്. ഇനി 1-2 സൂത്രപ്പണിയും കൂടെ ഒപ്പിച്ചാൽ ഋഷികേശ് മാമൻ വീട്ടിൽ പോക്കോളും. ആണോ? അടിപൊളി. ഞങ്ങൾക്ക് ഒരു സൂത്രപ്പണി ഒപ്പിക്കാനുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ആദ്യം ഈ സൂത്രപ്പണിയാണ്. ഞങ്ങളുടെ സൂത്രപ്പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാടക. ഇങ്ങോട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങോട്ട് വന്ന് ഇവിടെ ഇങ്ങോട്ട് അങ്ങോട്ട്. സോറി. എന്തിനു മക്കളെ? കണ്ണിച്ചോറില്ലാതെ കളിയാക്കിനി. അതൊന്നും സാരമില്ലടാ മക്കളെ. അപ്പോൾ ലൈൻ കമ്പിയുടെ മുകളിൽ നിൽക്കുമ്പോഴും താഴെ നിൽക്കുമ്പോഴും ഒക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല. അപ്പൂപ്പന് വിഷമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. സാരമില്ല മക്കളെ. അപ്പൂപ്പന് സങ്കടമൊന്നുമില്ല. അങ്കിളെ എന്തുകൊണ്ട് വിശേഷം? ഫുഡ് കഴിക്കണ്ടേ? വേണ്ട ശിവ, ഞാൻ ഇത്തിരി വിഷമത്തിലാണ്. അപ്പൂപ്പനല്ലേ വിഷമമില്ലാന്ന് ഇപ്പൊ അങ്ങ് നാക്കെടുത്ത് വായിലിട്ടേ ഉള്ളൂ. മക്കള് പറഞ്ഞത് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ മക്കളുടെ അച്ഛൻ ആ ഉത്തമനുണ്ടല്ലോ, അവൻ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിക്കൊള്ളു. അളിയെന്ന് പറഞ്ഞങ്ങളെ അവനെ തുറക്കാൻ പറ്റാത്തൊരു കുപ്പി കൊണ്ട് വന്നിട്ട് എന്നെ ആരോഗ്യമില്ലാത്തവനാക്കി തീർത്തു. അതേ കുപ്പി തുറക്കാൻ പറ്റുന്ന പരുവാക്കി കുഞ്ഞുണ്ണിയൊക്കെ ഉണ്ടാവും തുറപ്പിച്ചറിയാവും. അപ്പൊ അങ്കിള് ചമ്മി ഐസായി കാണുമല്ലോ. ഓണം കിട്ടുമില്ലെന്നു. ശിവ, സമയം കിട്ടുമ്പോഴെല്ലാം അവൻ എന്നെ ആക്ഷേപിക്കാറുണ്ട്. അതെന്താ ശിവ? അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അളിയ എന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും നാണോ മാനോ ഒന്നും ഇല്ലാത്തവരാകണ്ടേ, വലിയ പ്രശ്നമില്ല. അതെ, ഞാൻ ഇത്തിരി നാണവും മാനവും ഒക്കെ ഉള്ളവനാ കേട്ടോ. എന്തോ മാമ ഇത് ഒരുമാതിരി മെച്ചൂരിറ്റി ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. ഒരു മെച്ചൂരിറ്റി ഉള്ളവൻ. നമുക്ക് പോയി അച്ഛനോട് സംസാരിക്കാം. വേണ്ട മക്കളെ, അച്ഛനോട് എന്തൊന്നും സംസാരിക്കേ വേണ്ട. അതല്ല, അങ്ങനെ അല്ല അങ്ങളെ. പിള്ളേർ പറഞ്ഞ കാര്യമുണ്ട്. മനസ്സോടെ സംസാരിക്കണം. മനസ്സോടെ സംസാരിച്ച് തീരാന്നേ ഉള്ളൂ ആക്ഷേപ കേസുകളെല്ലാം. മനസ്സോടെ സംസാരിച്ചിട്ട് എത്ര മാഫിയ തലവന്മാർ ഇവിടെ കേസ് സോൾവ് ചെയ്തിരിക്കുന്നു. അത് ശരി. പിന്നെ കൊളംബിയയിലൊക്കെ എല്ലാവരും മനസ്സോടെ സംസാരിക്കും. അവിടെയാണല്ലോ ഈ മയക്കുമരുന്ന് മാഫിയ തലവന്മാരെല്ലാം ഉള്ളത്. മാമ എന്തോന്ന് മാമ ഈ പറയുന്നത്? എന്താണ് കുഴപ്പം? ഓ സോറി, ഞാൻ കുറച്ച് ട്രാക്ക് മാറിപ്പോയല്ലേ. എന്തായാലും അങ്ങള് വാ, നമുക്കൊന്ന് പോയി സംസാരിച്ചിട്ട് അളിയൻ്റെ അടുത്ത്. പിന്നെ നിങ്ങൾ വരണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്ന് അക്ക് തിക്കുത്താന വരുമ്പോ കയ്യക്കുത്ത് കരിങ്കുത്ത് കളിച്ചാൽ അത് അങ്ങളോ അല്ല വേണോ ശിവ? വേണം. പിന്നെ അച്ഛൻ്റെ മുമ്പിൽ ഋഷികേശ് മാമനെ കൊച്ചാക്കാനുള്ള വഴി ഒന്നും ആലോചിക്കാൻ കൊണ്ട്. അത് ആലോചിക്കില്ല, അതിനകത്ത് ചൂടാവുന്ന ഇതുവാ. ഞാൻ അങ്ങനെ വിശ്വസിക്കും. എന്തോന്ന് നീ ആലോചിക്കണ്ടെന്ന്? ചേട്ടാ ഇത് എന്തോന്ന് പാടുന്നത്? ഇൻഡിക്കേറ്റർ കാണിക്കാൻ പറ്റും ആലോചിക്കുന്ന? നീ മിണ്ടായി ചേട്ടാ. അച്ഛന്റെ മുമ്പിൽ തന്നെ കൊച്ചാക്കണമെന്ന് നിർബന്ധമാണോ? പിന്നെ വേറെ ആരും മുമ്പിൽ കൊച്ചാക്കും? എന്റെ മുമ്പിൽ കൊച്ചാക്കി കാണിക്കണം. മെഡിക്കൽ മറാക്കൾ നടത്താണെന്ന് എനിക്ക് സമയമല്ലേ. ഓ, ഞാൻ അത്രയ്ക്ക് മ്ലേച്ഛനാണെന്നല്ലേ ചേട്ടാ ഉദ്ദേശിക്കുന്നേ? ചേട്ടാ വേറെ ഐഡിയ ആലോചിക്കാൻ അങ്ങോട്ട്. നീ ചുമ്മാ ആലോചിക്കും. നീ നിന്നാണ് ചേട്ടൻ വരാൻ ചേട്ടാ. അളിയാ, അങ്കിളിന് ഭയങ്കര വിഷമമായിപ്പോ അളിയാ. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ല. അളിയ എന്തോ ടെക്നിക്ക് കാണിച്ചത് ആ ഡപ്പ ഉറക്കാൻ വരിക്കാൻ വേണ്ടി? ഞങ്ങള് 3 പേരും കൂടെ മാമനെ സന്തോഷിപ്പിക്കാനുള്ള കുറുക്ക് വഴികളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, എന്ത് തങ്കപ്പെട്ട മനുഷ്യരല്ലേ. നീ ഇവിടെ ഭയങ്കര ചോദിച്ചു. സത്യം ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു. മരുമോനെ, അപ്പൊ നീ സത്യമായിട്ടും എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അയ്യോ അല്ല മാമ. എങ്കിൽ പിന്നെ എന്റെ ആരോഗ്യത്തിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. ചിലപ്പോ ആയിരിക്കും. എങ്കിലൊരു കാര്യം ചെയ്യും. 21 വ്യായാമ മുറകൾ ഒരു കുടക്കീഴ് ചെയ്യുന്ന ഒരു യന്ത്രം ഞാൻ ടി വി കണ്ടായിരുന്നു. അതിലൊരെണ്ണം വാങ്ങിച്ചതാ. ആരോഗ്യം വെക്കട്ടെ. അങ്ങനെ എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ, നല്ല പ്രോട്ടീൻ ഫുഡും കൂടെ കഴിക്കണം അതിന്റെ കൂടെ. ശരി. എന്തിന്റെ കേട്ടേ ഈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡെന്ന് പറയുമ്പോ എന്തെന്ത്? പയറ്. അയ്യേ, പയറില് പ്രോട്ടീൻ ഒന്നും കൊള്ളൂലേ. പിന്നെ അത് പതുക്കെ പിടിക്കുള്ളൂ. നമ്മള് നല്ല ചിക്കൻ ബ്രസ്റ്റും പ്രോട്ടീൻ പൗഡറൊക്കെ കുടിക്കണം. വാങ്ങിച്ചു കൊടുത്തു. ആരോഗ്യം മനസ്സിലാക്കി കൊടുത്തതല്ലേ. മാമ ഞാൻ ഇത് ടൈറ്റ് ആണ് മാമ. പൈങ്കിളിയുടെ കാശുണ്ട്. അയ്യാ, പൈങ്കിളിയൊന്നുമില്ല, നമ്മൾ വേണ്ടത്. ആരായാലും മാറ്റി തന്നാ മതി. എന്തായാലും എന്റെ സങ്കടം മാറി. നീ കഴിക്കണമെന്ന് ഇതിപ്പോ എന്റെ ഫുഡും കൂടെ പോവില്ല. കണക്കായി പോയി, അനുഭവിച്ചോ. ഞാൻ എന്തിന്റെ കേട്ടീ? തുറക്കാൻ പറ്റാത്ത പാത്രം കൊണ്ട് കൈ കൊടുക്കാൻ ആര് പറഞ്ഞു? നേരത്തെ തോന്നിയാ തോന്നി. അതിനിടയ്ക്ക് മണ്ണുമാന്ത്രി ഷോ ഉണ്ടായിരുന്നു. പ്രോട്ടീൻ വാങ്ങിച്ചു കൊടു. പ്രോട്ടീൻ നീ വാടാ. നീയേ പാവളെ കമ്പനി കൂട്ടിക്ക് അങ്ങോട്ട് വാടാ. നിന്നെ ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യും. അതെന്തോ സംഭവം? എന്റെ അളിയ അവർ രണ്ടുപേരും പറയൂടാ. ഞാൻ അളിയ ഞാൻ കുറച്ച് കടുപ്പം നിന്റെ അച്ഛൻ്റെ കാര്യം. 21 വ്യായാമങ്ങൾ ഒരു കുടക്കീഴില്ല. കണക്കായിപ്പോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. കാത്തിരുന്നാ മതി. ഒരു ചെറിയ ഡമ്പൽ വഴി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മേടിച്ചു കൊടുത്തതിലെ പ്രശ്നമാവേ. കാണാം.